ഹലോ, സ്നേഹയാണേ. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? ഇന്ന് നമ്മൾ ഫ്രൈ ഓയിൽ പോയൊരു വീഡിയോ ആയിട്ടാണ് കാണാൻ പോകുന്നത്. ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ഓയിൽ പോലെ ട്രൈ ചെയ്താൽ എന്താണെന്നൊന്ന് ആലോചിച്ചു. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയ സമയത്താട്ടോ ഇതിവിടെ ഓപ്പൺ ആയത്. ഞങ്ങളുടെ ഫ്ലാറ്റിന് തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ്. അപ്പം നമ്മൾ അവിടെ ചെന്നും എന്താ ഓർഡർ ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ അവസാനം നമ്മൾ എക്സ്ക്ലൂസീവ് ഫാമിലി മീൽ തന്നെ ഓർഡർ ചെയ്തു. എത്രയായിരുന്നു റേറ്റ് എന്നുള്ളത് ഞാൻ മറന്നുപോയി കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു, ഇരിക്കാനായിട്ടുള്ളതൊക്കെ ആണെങ്കിലും നല്ല എക്സ്റ്റൻഡബിൾ ആയിട്ട് നമുക്കൊരു വലിയ ഫാമിലി വന്നാലും നമുക്കൊരു പാർട്ടി നടത്തണമെങ്കിലും ഒക്കെ നന്നായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു, അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. എന്തായാലും അപ്പം ഓർഡർ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അവസാനം നമ്മുടെ ഓർഡർ എത്തി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരായിട്ടായിരുന്നു പോയത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ പാഴ്സൽ ചെയ്തെടുക്കേണ്ടി കൂടെ വന്നു കേട്ടോ. കോളയും ഫ്രൈസും പിന്നെ നമുക്ക് അതിനകത്ത് എക്സ്ക്ലൂസീവ് കോംബോ ഓഫർ ആയതുകൊണ്ടാണെന്ന് തോന്നുമായിരുന്നു. നമുക്കിങ്ങനെ 5 പ്രോൺസിൻ്റെ ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നു. ഒരു വലിയ പ്രോൺസ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ല സോഫ്റ്റ് ആയിരുന്നു അകം, പുറം നല്ല ക്രഞ്ചി ആയിട്ട്. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഡിപ്സും വരുന്നുണ്ട്. നമുക്ക് 3 വെറൈറ്റി ഡിപ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കുഴപ്പമില്ലാതെ തോന്നി. പക്ഷേ ഞാൻ പ്രതീക്ഷ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഓക്കെ പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റി ആയിട്ട് നമ്മുടെ KFC ഒക്കെ പോലെ നമ്മൾ അത്രയും നോക്കണ്ട. വയറ് നിറഞ്ഞു ഗൈസ്. ഞാൻ പറയാം, ഫുഡ് ഭയങ്കര മോശമായിരുന്നു, അത്ര വലിയ രസമൊന്നുമില്ലായിരുന്നു. ഫ്രയോ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് കയറിയത്, പക്ഷെ വലിയ രസമൊന്നുമില്ലായിരുന്നു. ബട്ട് തിന്നു എന്ന് പറയാം, കഴിച്ചു.